ഹായ് ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോളാർ സിസ്റ്റത്തിലേക്ക് വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു ബഡ്ജറ്റ് മുടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സോളാർ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് വെച്ചിട്ട്. അപ്പോൾ ഒരു വലിയൊരു സിസ്റ്റം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കോസ്റ്റ്ലിയാണ്. അല്ലെങ്കിൽ ചെറിയൊരു മുതൽ മുടക്കിൽ എങ്ങനെ സോളാറിലോട്ട് വരാം, അല്ലെങ്കിൽ സോളാറിലേക്ക് വരാനുള്ള ഒരു ആദ്യപടി എങ്ങനെ ചെയ്യാം. അപ്പോൾ പലരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 2 സ്റ്റെപ്പായിട്ട് സോളാറിലേക്ക് വരിക എന്നുള്ളതാണ്. ആദ്യപടിയായിട്ട് ഒരു സോളാർ കോമ്പാറ്റബിൾ ഇൻവേർട്ടറും ഒരു സോളാറിന് പറ്റുന്ന ഒരു ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അടുത്ത ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുന്ന സമയത്ത് സോളാർ പാനലും അതുമായിട്ട് ബന്ധപ്പെട്ട ചാർജ് കൺട്രോളർ അങ്ങനെയുള്ള ഡിവൈസുകൾ വെച്ച് കംപ്ലീറ്റ് സോളാറായിട്ട് സിസ്റ്റത്തിലേക്ക് മാറുക എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു വീടൊക്കെ വെച്ചു, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ വീട്ടിലൊരു ഇൻവെർട്ടർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയുള്ള ഇൻവെർട്ടറും ബാറ്ററിയും വെക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് സോളാറിലോട്ട് മാറേണ്ടി വന്നാൽ ഏത് രീതിയിലുള്ള സിസ്റ്റം വെക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ദയവായിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലപ്പോഴും ആളുകൾ ഫോണിലൂടെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു സംശയമാണ്, ഒരു സാധാരണ വീടിന് എത്ര സോളാർ വേണം, അല്ലെങ്കിൽ എത്ര വലിയൊരു സിസ്റ്റം വെക്കണം, അല്ലെങ്കിൽ എത്ര വലിയൊരു ഇൻവെർട്ടറും ബാറ്ററിയും വെക്കണം എന്നൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ അതിനകത്ത് വീട് എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മുടെ ഉപയോഗമാണ് അവിടുത്തെ കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ അളവിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് നമ്മൾ ആവറേജ് ഉപയോഗിക്കുന്നു, നമ്മുടെ ഉപയോഗം എത്രയാണ് എന്നുള്ളതാണ് ഈ സോളാർ വെക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓരോ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ബാറ്ററി വെച്ച് സോളാർ പാനൽ ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ലോഡ് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടണം. അല്ലാതെ നമുക്കൊരു 1 kV സിസ്റ്റം വെച്ചിട്ട് അതിൽ നമുക്ക് ഇലക്ട്രിക് മോട്ടറോ അതുപോലെ അയൺ ബോക്സോ അതിന് മുകളിലേക്കുള്ള പവർ കൺസ്യൂം ചെയ്യുന്ന ഡിവൈസുകളോ ഒന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതേസമയം നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്ററിലേക്കാണ് ഡയറക്റ്റ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിൽ നിന്നും നമ്മൾ ലിമിറ്റേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന യൂണിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അതേസമയം ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ പോയിന്റിലേക്കാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ആ ഇൻവെർട്ടർ പോയിന്റുകൾ ഏതൊക്കെ ലൈനുകളിൽ പോയിട്ടുണ്ടോ അവിടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ സപ്ലൈ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ സിസ്റ്റങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു 1000 രൂപ 1500 രൂപ ബില്ല് അടയ്ക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ച് സോളാർ ചെയ്യുന്നത് ഫിനാൻഷ്യലി ഒരിക്കലും ലാഭമുള്ളൊരു പരിപാടി ആയിരിക്കത്തില്ല. എന്നാൽ ഈ വർദ്ധിച്ചു വരുന്ന ഗ്ലോബൽ വാർമിംഗ് അല്ലെന്നുണ്ടെങ്കിൽ കാർബൺ എമിഷൻ തടയാനായിട്ട് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു മുതൽ മുടക്ക് നടത്തി നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ ഒരു 50% സ്വന്തമായിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു സാമൂഹിക പ്രതിബദ്ധത മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സോളാറിനെ കൂടി ചിന്തിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 1100 VA കോപ്പർ ട്രാൻസ്ഫോമർ വൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെർട്ടർ. ഇവിടെ സോളാർ കോമ്പാറ്റബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളാർ ചാർജ് കൺട്രോളർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സോളാർ പാനൽ ഡയറക്റ്റ് ഈ ഇൻവെർട്ടറിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാം എന്നുള്ളതല്ല. ആ രീതിയിലുള്ള ഇൻവെർട്ടറുകൾ നമ്മൾ പൊതുവെ PWM ടൈപ്പ് ചാർജ് കൺട്രോളേഴ്സാണ് വരുന്നത്. MPPT ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഡിവൈസുകളും ഉണ്ട്, എങ്കിലും അതിലും കുറച്ചുകൂടി എഫിഷ്യൻറ്റും കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുന്നതും സെപ്പറേറ്റ് MPPT വെച്ച് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നുള്ളത് പറയുന്നത്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏകദേശം 1100 VA കപ്പാസിറ്റിയുള്ള സോളാർ കോമ്പാറ്റബിൾ, അതായത് KSCB ചാർജിങ് ഓഫ് ചെയ്തിടാൻ ഓപ്ഷനുള്ള ഒരു ഇൻവെർട്ടറും അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന 165 AH കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററിയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഏകദേശം നമുക്ക് ഒരു ബാറ്ററി ട്രോളിയൊക്കെ വെച്ച് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ സ്വീകരണ മുറികളിൽ തന്നെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ പോയിൻ്റ് എവിടെയാണ് അവിടെ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് ഏകദേശം ഒരു 21,500 രൂപയൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലെ ട്രാൻസ്പോർട്ടേഷന് ഒക്കെ അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സംഗതി ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടറും ഈ ബാറ്ററി മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതിനോട് ചേർത്ത് നമുക്ക് ഒരു 400 വാട്ട്സോ അല്ലെങ്കിൽ 390 അല്ലെങ്കിൽ 445 ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള സോളാർ പാനൽ അതൊരു പാനലും വെച്ച് അതിൻ്റെ ഒരു MPPT ചാർജ് കൺട്രോളർ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഇപ്പോൾ ഒരു 21,500 അല്ലെങ്കിൽ 22 രൂപ നമ്മൾ മുടക്കി സോളാർ പാനൽ ഇല്ലാതെ, അതായത് ബാറ്ററി ഇൻവെർട്ടർ മാത്രമായിട്ട് വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ ശേഷം നമ്മളൊരു സോളാർ പാനലും അതിൻ്റെ ചാർജ് കൺട്രോളറുടെ വീണ്ടും ഏകദേശം ഈ ഒരു എമൗണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറോ കൂടി വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട്, ഒരു 30 രൂപ വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ ഒരു 50,000 രൂപ സംതിങ് മുതൽ മുടക്കിൽ
ഒരു 1 kVA സിസ്റ്റം സ്വന്തമായിട്ട് കിട്ടും. ഡെയിലി നമ്മുടെ വീട്ടിൽ ലൈറ്റുകൾ, ഫാനുകൾ, അതുപോലെ തന്നെ ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം പലപ്പോഴും എല്ലാവരും പറയുമ്പോൾ നമുക്ക് 1 kVA ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ 1000 വാട്ട്സ് ലോഡ് ചെയ്യാനൊക്കെ പറയും. അങ്ങനെ പറ്റില്ല. നമുക്കൊരു 800-850 വാട്ട്സ് വരെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു 1 kVA സിസ്റ്റത്തിൽ ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് ഒരു ചെറിയൊരു ബോർഡും ഒരു ട്രാൻസ്ഫോമറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ എപ്പോഴും ഒരു 50% താഴെ ലോഡ് ചെയ്യിപ്പിക്കുന്നതാണ് അതിന് ലൈഫിന് എപ്പോഴും നല്ലത്. എപ്പോഴും നമ്മളതിനെ ഫുൾ ടൈം ലോഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ, അതുപോലെ തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ഡാമേജ് ആവാനായിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിവൈസ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ആണ് നമ്മുടെ ഓവറോൾ സിസ്റ്റം വരുന്നത്. ഇതിൽ നമ്മളൊരു ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ട്രോളി എന്ന് പറയുന്നത് നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 165 AHൻ്റെ ബാറ്ററി. ഈ ബാറ്ററി ഇൻവെർട്ടർ മാത്രമാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈ ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. 36 month റീപ്ലേസ്മെൻറ്റ്, 60 months റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ ടോട്ടൽ 84 months വരെ വാറണ്ടി വരുന്ന ബാറ്ററീസ് വരുന്നുണ്ട് ഇവർക്ക്. 165 AH തന്നെ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 36+36 എന്ന് പറയുന്ന 72 months ടോട്ടൽ വാറണ്ടിയുള്ള ഒരു 165 ബാറ്ററിയാണ്. ഇത് ബാറ്ററിയോടൊപ്പം വന്നിരിക്കുന്ന കമ്പോണൻസ് ആണ്. ഫ്ലോട്ട് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ SS-ൻ്റെ നട്ട് ബോൾട്ട്, ടെർമിനൽസ് കണക്ട് ചെയ്യാനായിട്ട്, ടെർമിനൽ ക്യാപ്സ്. ഇപ്പോൾ ഇവിടുത്തെ കാണിക്കാനുള്ള ഉദ്ദേശം ഇവരുടെ പെട്രോളിയം ജെല്ലി വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പ്ലാസ്റ്റിക് കേസിനകത്താണ് വന്നിരിക്കുന്നത്. അതൊരു പ്ലാസ്റ്റിക് കവർ വരുന്നതിനെക്കാളിലും എപ്പോഴും നമുക്ക് കൺവീനിയൻസ് ആ ഒരു ഡെപ്പിക്കകത്ത് വരുന്നതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇതൊന്ന് വീഡിയോ പകർത്തി കാണിക്കുന്നത്. ഇതാണ് 1100 VA ലഗ്നവ് ബ്രാൻഡിൻ്റെ സോളാർ കോമ്പാറ്റബിൾ ഇൻവെർട്ടർ. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നോർമലി എല്ലാ ഇൻവെർട്ടേഴ്സും തന്നെ ഒരു മിനിമൽ രീതിയിലുള്ള പാക്കിങ്ങേ വരാറുള്ളൂ. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കേസിങ്ങിനകത്ത് കവറിനകത്ത് ഒന്ന് പേപ്പർ കവറിലാണ് പാക്കിംഗ് വന്നിരിക്കുന്നത്. വാറണ്ടി കാർഡ് അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സാധാരണ ഇൻവെർട്ടറിലുള്ള പോലെ തന്നെ. ബ്ലാക്ക് കളറിൽ നല്ലൊരു സ്ലീക്ക് ഡിസൈനാണ് ഈ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ കാഴ്ചയിൽ നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് നമ്മുടെ സ്വീകരണ മുറികളിലൊക്കെ ഇവിടെ 16 square mm ബാറ്ററി കണക്റ്റിംഗ് കേബിൾസ് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇൻവെർട്ടർ UPS മോഡിൽ സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച്, ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള അല്ല സോളാർ മോഡിൽ ഉപയോഗിക്കാനുള്ള സ്വിച്ച്, 10 ആംപിയറിൻ്റെ ഒരു MCB. ഇതൊക്കെ അഡീഷണലായിട്ട് നമുക്ക് സാധാരണ ഒരു നോർമൽ ബ്രാൻഡഡ് ഇൻവെർട്ടറുകളിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സാണ്. അതൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂളിങ്ങിനായിട്ടുള്ള
വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമ്മളൊന്ന് ടെമ്പററി ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫ്ലോട്ട് ഇൻഡിക്കേറ്റേഴ്സൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ബാറ്ററി ചാർജ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഇൻവെർട്ടറിന് സപ്ലൈ കിട്ടത്തക്ക രീതിയിൽ, ഡിസ്പ്ലേ ഒന്നും ഓണാകത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ഓവറോൾ സിസ്റ്റം കാഴ്ചയ്ക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കൊരു പബ്ലിക് പ്ലേസിലൊക്കെ വെച്ച് ഉപയോഗിക്കാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ല. ബാക്ക് സൈഡ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അളവ് അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ലെവലൊക്കെ നമുക്ക് എപ്പോഴും തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക സുഹൃത്തുക്കളിലേക്ക് എത്താനായിട്ട്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, സോളാറുമായിട്ട് ബന്ധപ്പെട്ട് പവർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ വാട്സാപ്പിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് രൂപത്തിൽ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിലുള്ള സോളാർ റിലേറ്റഡ്, പവർ റിലേറ്റഡ് വീഡിയോസുമായിട്ട്